കോമഡി മസ്റ്റേഴ്സ് കോമഡി മസ്റ്റേഴ്സ്. കാലം പോകുന്ന പോക്ക്. എല്ലാവർക്കും ഫോൺ മതി. ഫോണിൽ എന്താണോ ഇത്ര ഇരിക്കുന്നത്. അപ്പൊ എന്റെ ഫോൺ അവിടെ പോയി. ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ഒന്നും തുടങ്ങണ്ടേ ഇവിടെ? തുടങ്ങാന്ന് പറഞ്ഞാൽ ഞാൻ ഹലോ പ്രജോദേട്ട, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു കേട്ടോ. നമ്മള് റെഡിയായി. ഹലോ ഗൈസ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. എനിക്കറിയാം ഞാൻ ഈ ഡയലോഗ് പറയാൻ വേണ്ടിയാണ് പ്രേക്ഷകർ ഉൾപ്പെടെ വെയിറ്റ് ചെയ്യുന്നത്. കാരണം അതുവരെ കിട്ടുന്ന അവസരം നമ്മൾ ഫോണിൽ നോക്കിയിരിക്കും. ഈ ഞാൻ ഉൾപ്പെടെ ഒരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫോണുമായിട്ടാണ് എല്ലാരും സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? ഒരു പരിധി വരെ ശരിയാണ്. ഒരു പരിധി വരെ. ബിബിൻ ചേട്ടൻ എങ്ങനെയാ രാവിലെ? ആയിരുന്നു, ഇപ്പൊ മാറ്റി തുടങ്ങി. എന്തെങ്കിലും അനുഭവം കാരണമാണോ ഫോൺ വേണ്ട എന്നങ്ങനെ വെക്കാൻ? എല്ലാരും ഇട്ടിട്ട് പോയില്ല, ഇനി എന്തോന്ന് ഫോൺ. അതൊരു സാഡ് സ്റ്റോറി ആയിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ രഹസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയുന്നത് നമ്മുടെ ഫോണിനായിരിക്കും അല്ലേ? അതെ. എപ്പോഴെങ്കിലും പാസ്വേഡ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ട് എന്തെങ്കിലുമൊക്കെ സീൻസ് ഉണ്ടായിട്ടുണ്ടോ വീട്ടിലോ? അങ്ങനെ എന്തെങ്കിലും ഒക്കെ? എന്റെ പാസ്വേഡ് എന്റെ വീട്ടിലെല്ലാവർക്കും അറിയാം, മോൾക്ക് വരെ അറിയാം. എല്ലാത്തിന്റെ പുള്ളി വേറെ സിം ഉപയോഗിക്കുന്നു. വേറെ അക്കൗണ്ട്, വേറെ സിം അല്ലേ? സിം അല്ല, ഫോണല്ലേ. അക്കൗണ്ടുകൾ കുറെ ഉണ്ടാവും. പ്രചോദന്റെ കള്ളത്തരം എന്നാ നമുക്ക് ഒരുമിച്ച് നിന്ന് പോക്കാം. എല്ലാരും സൂക്ഷ്മതയോടെ പ്രചോദന്റെ നോക്കൂ. അല്ലല്ല, നമ്മുടെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാം, വീട്ടിലെല്ലാവർക്കും അറിയാം. അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞതല്ല അല്ലേ, പിടിക്കപ്പെട്ടതല്ലേ? പിടിക്കപ്പെട്ടതല്ല. ഈ ഫോണിന് എപ്പോഴെങ്കിലും സംസാരിക്കാൻ പറ്റിയെങ്കിൽ നമ്മളോട് അത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയാന്നുള്ള എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വൃത്തികെട്ടവരെ ഫോണ് ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്തായി മാറിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വഴി തെറ്റിയാൽ വഴി നോക്കാം. അതുപോലെ തന്നെ ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പെട്ടെന്ന് സമയം പോകുന്ന ചില ബാത്റൂമിൽ കയറിട്ട് ലോക്കായി പോയാലേ, ചില ബാത്റൂമുകളിൽ ലോക്കായ കയ്യിലുണ്ടെങ്കിൽ വിളിച്ച് അങ്ങനെയും തുറക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു രക്ഷാ ഉപകരണമായി ഫോൺ കാരണം ലോക്കായി പോവാറുണ്ട്. അത് ഞാൻ പറയാൻ വരുന്നത്, ഫോൺ വഴി കാട്ടിയുമാണ്, വഴി തെറ്റിക്കുകയും ചെയ്യും. അപ്പം ഇൻ കേസ് ഫോൺ നമ്മളോട് സംസാരിക്കുവാണെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ആ രണ്ട് മൊബൈൽ ഫോൺസ്, ഒരു പെൺകുട്ടി ഉപയോഗിക്കുന്ന ഫോണും ഒരു ആൺകുട്ടി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണും, നമുക്ക് ആ രണ്ട് മൊബൈൽ ഫോൺസിനെ ഇങ്ങോട്ടേക്ക് വിളിക്കാം. സമാധാനവും സന്തോഷമായി. ഞാൻ എന്താണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞെന്നറിയാൻ വേണ്ടി നിങ്ങളുടെ ഫോണേ. എന്താണ് നിങ്ങളുടെ ഫോണ്? ഇതേ ഷൂട്ടിംഗ് നടക്കണ സ്ഥല. മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, സ്വിച്ച് ഓഫ് ചെയ്യണം. അപ്പൊ നമ്മൾ ഫ്രീ. എത്ര നാളായല്ലേ ചേട്ടാ നമ്മൾ ഇങ്ങനെ ഒരു സുഖം അനുഭവിച്ചിട്ട്? എന്ത് ചെയ്യാനാന്നേ, നമ്മൾ രാവിലെ തുടങ്ങണ ജോലിയല്ലേ. പണ്ട് 2G ആയിരുന്നപ്പോഴുണ്ടല്ലോ നമുക്ക് ഇച്ചിരി ശ്വാസം വിടാനുള്ള സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ 4G ആയപ്പോഴത്തേക്ക് ശ്വാസം വിടാൻ പോലും സമയമില്ല. അടുത്ത മാസം തൊട്ട് 5G ആവാൻ പോണെന്ന് പറയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ കാര്യം 3G ആയല്ലോ. അമ്മ തീർന്ന്. ഇത് നിനക്ക് വേറെ സംഭവം അറിയാമോ? രാവിലെ തുടങ്ങണ പരിപാടി അയ്യോമാര് നമ്മളെ നെഞ്ചത്തിട്ട് കുത്തിക്കൊണ്ട് രാവിലെ അങ്ങ് ഇറങ്ങും. പല്ല് തേക്കണ സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോയി വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്നാ കൊണ്ടുപോക്കോട്ടെ. ആഹാരം കഴിക്കണ തീൻമേശയിലെ കൊണ്ടുപോയിക്കും. എനിക്ക് എന്നാലും അതല്ല സംശയം, നമ്മീ ബാത്റൂമിൽ പോകുമ്പോഴും എന്നെ എന്തിനു കൊണ്ടുപോകണമെന്ന് ഞാൻ ഈ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എന്തൊക്കെ സഹിക്കണം ചേട്ടാ? അവിടെ കോപ്പുമ്പത് വീഴുമെന്നറിയാം. സത്യം. എന്നെ എവിടെയൊക്കെ കൊണ്ടുപോകുന്നറിയോ? നേരെ വെളുക്കുമ്പോ തന്നെ അടുക്കളയിൽ കൊണ്ടുപോകും. ചായയിടും, പാത്രം കഴുകും, തുണിയലക്കും. എന്റെ പൊന്നിയേട്ട മീൻ വെട്ടുന്നിടത്ത് കൊണ്ടുപോകുന്നു. അവിടെ കൊണ്ടുപോയി വെച്ചോണ്ടാ ഇവൾമാരൊക്കെ സീരിയൽ കാണുന്നത്. എന്നിട്ടുള്ള മീൻ ചെതുമ്പൽ എല്ലാം എന്റെ ദേഹത്ത് തെറിച്ച് വീഴും. എന്നിട്ട് അങ്ങനെ തന്നെ എടുത്ത് ചെവിയിലൊട്ടും വെക്കും. നമ്മള് ചാർജ് തീർന്നു, ഒരു പോയിന്റിലായി, ഒന്ന് കിടന്നുറങ്ങാം, റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുമ്പം ഇപ്പൊ മറ്റവൻ വന്നിട്ടുള്ള അവനെനിക്ക് കാണുന്ന വിഷയമാണ്. പവർ ബാങ്ക്. അവൻ റിസർവ് ബാങ്കിനൊക്കെ പവറാണ്. അവൻ നമ്മുടെ ചന്തിക്കിട്ട് കൂത്തിട്ട് അവൻ മാറി ബലസുണ്ടെങ്കിൽ എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ കൊണ്ടുപോവുക. ചേട്ടാ അവൻ നമ്മുടെ ബാക്കിലിട്ട് കുത്തിയിട്ട് ഈ ആണുങ്ങളെ തന്നെയാണ് വിളിക്കുന്നതാണ് ചേട്ടന്റെ വിചാരം? അല്ലല്ല, അതെനിക്കറിയാം, പെണ്ണുങ്ങളെ അല്ലേ വിളിക്കണത്. ചേട്ടാ ഇവന്മാരൊക്കെ വിളിക്കുന്ന എന്നെ അല്ലേ? ആ ചേട്ടനറിയോ, കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായേ. എന്റെ നമ്പർ ഉണ്ടല്ലോ ഏതോ ഒരുത്തൻ ട്രെയിനിന്റെ ബാത്റൂമിന്റെ അകത്ത് എഴുതി വെച്ച്. എന്റെ പൊന്നേട്ടാ, പിന്നെ എന്തൊക്കെയാ ഉണ്ടായെന്ന് എനിക്ക് പോലും അറിയത്തില്ല. 9847355839. നമ്മുടെ മുതലാളി ഒരു 6 പ്രാവശ്യം കുത്തിയായിരുന്നു. എൻഗേജ് രണ്ടാം പറ്റി സിനിമ മേഖലയിലുള്ളവരെ വിളിച്ചു. ചുമ്മാ പറയും. പിന്നെ റെയിൽവേയുടെ ബാത്റൂമിൽ എഴുതി വെച്ചേക്ക നമ്പറില്ല സിനിമാടന്മാരെ വിളിക്കാൻ. ചേട്ടാ സത്യം, നമുക്കറിയാവുന്ന എത്രയോ പേര് വിളിച്ചെന്നറിയോ?
ഇവിടെ രണ്ടുമൂന്ന് ഇരിപ്പുണ്ട്. അയ്യോ ആ തൊപ്പി വെച്ചേക്കുന്ന ചേട്ടൻ പ്രചോദനല്ലേ? വിളിക്കും അത് വിളിച്ചിരിക്കും. ആ ചേട്ടൻ 2 പ്രാവശ്യം വിളിച്ച്. രണ്ടല്ല, അങ്ങനെ അത്ര ബാക്കിയൊന്നും നിന്റെ. ദേ ഇരിക്കുന്ന്. ബിപിൻ ചേട്ടൻ. എന്റെ പൊന്നെ, എത്ര പ്രാവശ്യം വിളിച്ചെന്ന് എനിക്ക് പോലും അറിയത്തില്ല ചേട്ടാ. രാവിലെ പകലും രാത്രി ഒക്കെ വിളിയും. ഞാൻ മിണ്ടറില്ല, വന്നതും മുണൊക്കെ എന്റെ തലയിലായ കാരണം എനിക്ക് ഒന്നും കഴിയില്ല, വയ്യ. ഇങ്ങനെ നടുക്കൊരാളിരിക്കണുണ്ട്. അയ്യോ, നമ്മുടെ ബക്രചേട്ടനല്ലേ? അതെങ്ങനെ? പുള്ളി ഇച്ചിരി ഡീസന്റ് ഭയങ്കര ഡീസന്റ് ആട്ടാ. ആണല്ലേ? ഒരു കോള് പോലും വന്നില്ല. ആ. പക്ഷെ എനിക്കൊരു മെസ്സേജ് വന്ന്. എന്ത്? പ്ലീസ് കോൾ മീ. എന്താ അതിന് റിപ്ലൈ കൊടുക്കല്ലേ? പുള്ളി കുറച്ച് ഡീസൻസി കീപ്പ് ചെയ്യും. അങ്ങോട്ട് കേറി കൊടുക്കണം. അങ്ങോട്ട് ചെന്ന് കേറി കൊടുത്താലേ പുള്ളി ഇങ്ങോട്ട് ഇട്ട് തന്നെ റിപ്ലൈ കൊടുക്കാം. ചേട്ടാ, സത്യമായിട്ട് ഞാൻ മെസ്സേജ് അയക്കാന്ന് വിചാരിച്ചതാ. വേണ്ട. ഇവരൊക്കെ ഇല്ലേ ഈ ചേട്ടന്റെ ഫോണിൽ പെണ്ണുങ്ങളുടെ പേരൊക്കെ എങ്ങനെയാ സേവ് ചെയ്യുന്നത്? ഒന്നും പറയണ്ട. മിന്നു, ചിന്നു, കുട്ടൂസ്, എന്റെ പൊന്നോ, വാവാ, എന്തെല്ലാം പേരാണ്. വാവേനൊക്കെ കാണുമ്പോൾ അറിയാം വാവയാണോ. ഈ ആണുങ്ങളുടെ പേരെങ്ങനെയാണ് നിങ്ങളുടെ ഈ സേവ് ചെയ്തിടുന്നത്? കേക്കണോ? റീചാർജ് ചേട്ടൻ നമ്പർ 1, റീചാർജ് ചേട്ടൻ നമ്പർ 2, കോഴി നമ്പർ 1, കോഴി നമ്പർ 2. പിന്നെ കുറെ പേരുണ്ട്. അയ്യോ, അതെനിക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റൂല ചേട്ടാ. നടക്കട. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയാവും ചേട്ടാ. ഓരോരുത്തന്മാരുടെ ശബ്ദം കേൾക്കണം. പണ്ട് ഞാൻ കലാഭവന്റെ പരിപാടി കാണാൻ പോകുമായിരുന്നു. അത് നീ ഇങ്ങനല്ലേ പ്രശോഭ്? ആ പുള്ളി എടുക്കുന്ന ഒരു സൗണ്ട് ആയിരുന്നു ബാബു നമ്പൂതിരി. ഈ ബാബു നമ്പൂതിരിയുടെ സൗണ്ടാ. പിന്നെ ചേട്ടാ ചേട്ടാ അടി എനിക്ക് എത്ര എണ്ണം കിട്ടിയിട്ടുണ്ടെന്നറിയോ? സത്യം ചേട്ടാ, ഒരുപാട് വരാറുണ്ട്. ഇവരെന്നാ പറയണെന്ന് നമുക്ക് കിട്ടൂല, അതാണ്. അങ്ങനെ ചേട്ടാ എന്റെ ബാറ്ററി മൊത്തം തീരുന്നത്. എന്നാ പറയണത്? മൊത്തം ഞാൻ മനസ്സിലാക്കി കൊടുക്കണ്ടേ എന്നാ ഇവര് പറയണത്? ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് പറയുവാണേ, ചക്കരെ നീ എന്താ ഇപ്പൊ ഇട്ടേക്കുന്നെന്ന്. ഞാനപ്പോ പറഞ്ഞേ, അപ്പൊ എന്ത് പറഞ്ഞു? ചേട്ടാ ഫാൻ ഇട്ടിട്ടുണ്ട്, ചേട്ടൻ പറഞ്ഞ ഓഫ് ചെയ്യാന്ന് പറഞ്ഞു. കോമഡിയല്ലേ? 3 മണിക്ക് ഇതും കഴിഞ്ഞൊന്ന് കിടന്നുറങ്ങാന്ന് വെച്ചാൽ നടക്കുവോ? നടക്കൂല. അതില്ല. അപ്പൊ അവര് നമ്മുടെ നെഞ്ചത്തിട്ട് ബെല്ലൈക്കൺ അമർത്തും. എന്നിട്ട് എന്ത് ചെയ്യും? നേരെ വേറെ സൈറ്റിൽ പോകും. ഏത് സൈറ്റിലാട്ടാ? ഏതൊക്കെ സൈറ്റിലാണ് പോകുന്നു, എന്തൊക്കെയാണ് ഒരു പിടുത്തവും ഇല്ല, ഒരു പോക്ക അങ്ങോട്ട്. ഇങ്ങനെയായ നമ്മുടെ ജീവിതം കട്ടപ്പോക. ഞാൻ ചേട്ടന്റെ വിചാരം ഇത് ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളെന്നാണോ? പണ്ടത്തെ കാലമൊന്നും അല്ലേട്ടാ. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ അതുക്കും മേലെയാ. എനിക്കും ഇത് തന്നെ അനുഭവം. എന്റെ മടുത്തി ചേട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ നല്ല ഉപദേശത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. പക്ഷെ ഇങ്ങനെ നമ്മൾ ദുരുപയോഗം ചെയ്താൽ എന്ത് ചെയ്യും ചേട്ടാ? സത്യം പറഞ്ഞാൽ നമ്മളെ ഉണ്ടാക്കിയ എന്തിനാണെന്ന് അറിയാമോ? ഈ അകലെ ഇരിക്കുന്ന ആൾക്കാർക്ക് പരസ്പരം കാണാനും പരസ്പരം സംസാരിക്കാനുമാണ്. ഇപ്പൊ നമ്മള് കാരണം അടുത്തിരിക്കുന്ന ആൾക്കാർ പോലും പരസ്പരം സംസാരിക്കണില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതെ, പറയാനുണ്ടോ ഞങ്ങളോട്? അതാണ് ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചാരാന്നറിയോ? മാർട്ടിൻ കൂപ്പർ. ഇത് കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടായിരുന്നു എന്നാണ്. ആണല്ലേ? കാരണം പുള്ളിക്കും ഇതുപോലെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കണ്ടുപിടിച്ച നല്ല കണ്ടുപിടുത്തം ആളുകൾ മോശമാക്കാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് അതിൽ മനം നൊന്ത് പുള്ളി നടന്നിട്ടുണ്ട്. അതെന്നാ സംഭവം അറിയാമോ? പുള്ളിയുടെ ഭാര്യ പാസ്വേഡ് കണ്ടുപിടിച്ചു കാണും, ലോക്ക് അടിച്ചു കാണും. അതാണ്. നിങ്ങൾ എന്തായാലും വലിയ സിനിമാക്കാരൊക്കെ അല്ലേ, നിങ്ങൾ പറഞ്ഞാൽ കുറെ ആളുകൾ കേൾക്കുകയും ചെയ്യും. അപ്പൊ ഞങ്ങളുടെ നല്ല വശങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ നാട്ടുകാരോടത്ത് നിങ്ങൾ സമയം പോലെ ഒന്ന് ഫോണിൽ കൂടെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം, കേട്ടല്ലോ? അതെ, അല്ലെങ്കിൽ ഈ പരിപാടിയിൽ കൂടെ ഒരു മെസ്സേജ് അങ്ങ് കൊടുത്തു. അതെ. അല്ല പിന്നെ ചേട്ടാ, ചേട്ടാ എന്നെ വിളിക്കുന്നുണ്ട്. എന്നെ വിളിക്കണുണ്ടോ? എത്ര മണിയായി? അയ്യോ, 5 മണി ചേട്ടാ. കക്കൂസി കൊണ്ടുപോകാനാണ് എന്നെ എവിടെ കൊണ്ടുപോകാനാന്ന് അറിയില്ല ചേട്ടാ. അടിപൊളി. കൃഷ്ണേട്ടാ, 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 ഒന്ന് എഴുന്നേറ്റ്. ഒന്ന് ഇതൊരു ചായക്കടയാണ്, ഒന്ന് നേരത്തേക്ക് ഒന്ന് എഴുന്നേറ്റൂടെ? ഒന്ന് എഴുന്നേറ്റിരിക്കാതെ. എടി, എനിക്ക് താല്പര്യമില്ലാത്ത കേസായത്. നിന്നോട് 100 വട്ടം പറഞ്ഞു ചായക്കട തുടങ്ങണ്ട. നീ രാവിലെ എഴുന്നേറ്റ്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കും നമ്മള്? എങ്ങനെ ജീവിക്കും? ഞാൻ ഒരു കാര്യം ചോദിക്കോട്ടെ, ആ ബാബു ചേട്ടൻ രാവിലെ ചായ കുടിക്കാൻ വന്നിട്ട് നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു, ശരിയാണോ? ബാബു വന്നിട്ട് എന്നാ ചോദിച്ചെന്നറിയാവോ? അവന് പാല് കൂട്ടി വെള്ളം കുറച്ച് വിത്തവിട്ട് അടിക്കാത്ത ചായന്ന്. ഈ ഉറക്കപ്പിച്ചിൽ എടുക്കാൻ പറ്റുന്ന ടാസ്ക് ആണോ അത്? നീ പറ. പൊന്നി, എന്തൊരു മടിയനാ എന്റെ കൃഷ്ണേട്ടാ. നിങ്ങളൊരു കാര്യം ചെയ്, പോയി തല നനച്ച് കുളിച്ചിട്ട് വാ. കുളിക്കാനോ? ഞാനോ? ഇനി പൈപ്പിൻ ചോട്ടത്തിൽ ചെന്ന് ബക്കറ്റ് വെച്ചിട്ട് വെള്ളം എടുത്ത് തലക്കട ഒഴിച്ച് നീ ഒരു കാര്യം ചെയ്യാൻ നനഞ്ഞ തുണി എടുത്തോ, ഞാൻ തുടച്ചോളാം. അയ്യോ, എന്നാ വേണ്ട.
ഇങ്ങനെ ഒരു ഗുളിക ഉണ്ടല്ലോ, നമ്മൾ സാധാരണ കുളിക്കുന്നുണ്ടല്ലോ. അയ്യോ എന്തൊരു തണുപ്പാടി, എന്തൊരു തണുപ്പാ. ഇങ്ങനെ അങ്ങ് തൂത്ത് ഇങ്ങനെ വെച്ച് ഓക്കെ. ഇനി ഒരു കാര്യം ചെയ്തേ, ആ രാസനായി പൊടി എടുത്തോളൂ. എന്തിന്? തലയിൽ വെള്ളം താഴെ ജലദോഷം ഉണ്ടാവും. എന്റെ കൃഷ്ണേട്ടൻ നിങ്ങളൊന്ന് എഴുന്നേക്കാൻ നോക്കി ഇവിടുന്ന്. എന്ത്? എന്റെ പൊന്നോ. നടക്കണം. അയ്യോ ഇങ്ങോട്ട് നീങ്ങിക്കിടങ്ങട്. അപ്പൊ കഴിഞ്ഞ ബുധനാഴ്ച 6 മണിക്ക് നീ സ്വർണം കൊണ്ട് കുഴിച്ചിട്ടതിന് ശേഷം ഈ ചായക്കടയിൽ വന്ന് ചായ കുടിച്ചു. ചായ കുടിച്ചില്ല, സത്യമായിട്ട് സാറേ ഞാൻ ചായ കുടിച്ചില്ല. ഞാൻ ഇവിടെ ചായ ചോദിച്ചു, പക്ഷെ അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു താല്പര്യമില്ലെന്ന്. താല്പര്യമില്ലെന്ന്? ആ എനിക്കറിയില്ല എന്താന്ന്. അങ്ങനെയൊക്കെ ചായക്കടക്കാർ പറയൂ. ചെല്ലി വിളിക്കണ്. എനിക്ക് താല്പര്യമില്ല. എന്ത് ചെല്ലരി ഒന്ന് ചെല്ലി വിളിക്കണോടത്തോട്ട്. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ 6 മണിക്ക് ഇയാൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ വന്നു. അയാൾ ചായ ചോദിച്ചപ്പോ തനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. സാറേ ഈ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ കേസാക്കൂ? ചേട്ടാ ഞാനൊരു തമാശക്ക് പറയാം, നീ അത് കാര്യമാക്കി എടുത്തത്. അവൻ കൊണ്ട കേസ് കൊടുത്തു. ഞാൻ എന്ത് മനുഷ്യനാണോ? അതല്ല ചോദിച്ചു വന്നത്. ഈ ശരവണ ജ്വല്ലറിയിൽ നിന്ന് ഒരു 50 പവൻ സ്വർണം മോഷ്ടിച്ചായിരുന്നു ഇവൻ. പിന്നെ അവൻ ഇവിടെ അടുത്തുള്ള ഒരു പറമ്പിലാണ് അത് കുഴിച്ചിട്ടത്. ആ കുഴിച്ചിട്ടതിന് ശേഷം അവൻ ഇവിടെ വന്ന് ചായ കുടിച്ചു എന്നാണ് മൊഴി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്ന് തെളിവെടുക്കണം. പേരെന്താ? സുലോചന. സുലോചന. ഇത് ഭർത്താവല്ലേ? എന്റെ പേരെന്താ? ഒന്ന് പറഞ്ഞു. താല്പര്യം ഇല്ലാത്തോണ്ട പറ. ഇത് പറയാനും താല്പര്യമില്ലേ? കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടി. ഓക്കെ, കൃഷ്ണൻകുട്ടിക്കും സുലോചനക്ക് എത്ര മക്കളാ? 4 കാണും. എത്ര? സാറേ 5 പിള്ളേരുണ്ട് സാറേ. 5 പിള്ളേരാ? അതിന് മാത്രം അങ്ങേക്ക് നല്ല താല്പര്യ സാറേ. എന്തുവാണോ? അതെന്നാന്നറിയാവോ സാറേ, ഞാൻ താല്പര്യം ഇല്ലാതെ ഇവിടെ ഇരിക്കുവാണെങ്കിലേ ഇവിളി കാച്ചി എണ്ണയും തേച്ച് മുല്ലപ്പും ചൂടി എന്റെ മുമ്പിൽ കൂടെ അങ്ങ് പോവും. താല്പര്യക്കുറവ് അങ്ങ് മാറും. അതൊരു വീക്ക്നെസ്സാ. അതെ, ഒരു ചായ എടുത്തോ. ഒരു ചായ. ചായ വെള്ളം കുറച്ചൊരു ചായ. വെള്ളം കുറച്ച്. നിനക്ക് ചായ വേണോ? എനിക്കൊരു ചായ. ഇവന് ചായ വേണ്ടെന്ന് ഇല്ലാത്ത കേസാ. എന്താ കൃഷ്ണേട്ടാ? കാര്യം പറഞ്ഞു കഴിഞ്ഞാ എന്താന്ന്? ഇത് കാച്ചി എണ്ണയല്ല, വെളിച്ചെണ്ണയാ. വെള്ളം കുറച്ചൊരു ചായ എടുക്കാൻ ഞാൻ കേട്ട്. അതെ, നീ 50 പവൻ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞാല് 30 പവനെ കിട്ടിയിട്ടുള്ളൂ. ബാക്കി 20 പവൻ എവിടെ? അയ്യോ സാറല്ലേ എന്റെ ഞാൻ ഈ സ്വർണം കുഴിച്ചിട്ട സ്ഥലത്ത് കൊണ്ടുവന്നല്ലോ. ആ കുഴി ഞാൻ സ്വർണം മാന്തി എടുത്ത് 50 പവൻ സാറിനെ ഏൽപ്പിച്ചോ. 20 പവനെ സാർ FIR കാണിച്ചോളൂ. ബാക്കി 30 പവൻ സാറിന്റെ കാണണ്ടേ? 30 പവൻ കാണണല്ലേ? അതെവിടെ? അത് എവിടെയെന്ന് നീ തന്നെ പറയണം. നീ എവിടെ കണ്ടുപിടിച്ച് തരണം. എന്റെ പൊന്നെ, എന്ത് പരിപാടിയാണ് കാണിച്ചത്? പകുതി ചായ പറന്നു പോയ കാക്ക കുടിച്ചല്ലോ. അങ്ങനെയാണോ ചായ എടുക്കണം? അങ്ങനെയാണത്. നല്ല ചായ എടുത്തിട്ട് മാടോ, വെള്ളം കുറച്ച്. നല്ല ചായോ? അതെ, ഞാൻ വ്രതവായ്പ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞോളാം. 30 പവൻ സ്വർണ്ണം എനിക്ക് വേണം. മനസ്സിലായല്ലോ? വെള്ളം കുറച്ച് ചായ. ഇത് കൊള്ളാലോ. അപ്പൊ നല്ല ചായ എടുക്കാനും അറിയാം. എനിക്ക് ഇതുപോലത്തെ ഒരു ചായ ഇരിക്കുമല്ലേ കയ്യിൽ? ഇന്ന ചായ കൊള്ളാം. കടിക്കാൻ വല്ല ഉണ്ടോ ഏട്ടാ? അടിക്കാൻ ടിപ്പു ഉണ്ടല്ലോ. ടിപ്പു? അതെന്ത് പലഹാരം? ആ പലഹാരത്തിന്റെ ഷേപ്പ് എങ്ങനെയാ? ഷേപ്പ് 9 പോലെ വാലിരിക്കും, ഇങ്ങനെ കൂർത്ത മുഖമായിട്ട്. ഇവിടുത്തെ പട്ടിയാ, ഭയങ്കര കടിയാ. കഴിഞ്ഞ ദിവസം എന്നെ പിടിച്ച് കടിച്ചു. ഇതിന്റെ കുക്കളിരിക്കണോ? ഇവിടെ കഴിഞ്ഞ ദിവസം കടിച്ച്. ഇഞ്ചക്ഷൻ എടുത്താർന്നാ? എന്തൊക്കെയാ കൃഷ്ണേട്ടി പറയുന്നേ? അവള് മടിച്ച് കാണിക്കില്ല. വൈഫ് വിളിക്കുന്നേ. ഇവിടെ നിന്നോളേ, അനങ്ങരുതേ. സീനു, പിന്നേട്ടാ നിങ്ങൾ ഇത് എവിടാ? ഞാൻ ഒരു പ്രതിയായിട്ട് തെളിവെടുക്കാൻ വേണ്ടി വന്നാടി. ഏത് പ്രദീപ്? പ്രദീപല്ല, പ്രതി. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാൻ ഇവിടെ മണ്ണെണ്ണ കുളിച്ച് നിക്കാ. മണ്ണെണ്ണ കുളിച്ചിക്കണേ? എടി, മോട്ടർ ഞാൻ ശരിയാക്കിയാണല്ലോ, പിന്നെ എന്തിനാ മണ്ണെണ്ണ കുളിച്ചിക്കണേ? അതല്ല, 20 പവൻ സ്വർണ്ണം നിങ്ങൾ പണയം വെച്ചില്ലേ? അല്ല, ഒരു സെക്കൻഡ്. എന്റെ കൂടെ പ്രതിയുണ്ട്, ഞാൻ അവനെ ഒന്ന് ഒഴിവാക്കട്ടെ, അല്ലെങ്കിൽ പണിയോ. ഇത് കണ്ട, എന്തിനാ? ഇത് ട്രാപ്പാണ്. നീ അനങ്ങിയ ചായ മറിയും, അവിടെ നിന്ന് ഞാൻ അറിയും, ഇടിയും കൊള്ളു. അപ്പൊ സീനു, 20 പവൻ സ്വർണ്ണം നിങ്ങൾ പണയം വെച്ചില്ലേ? പണയം വെച്ചു. നാളെ നാത്തോന്റെ വീട്ടിലെ കല്യാണത്തിന് ഞാൻ എന്തിട്ട് പോവും? അയ്യോ, എനിക്ക് മയ്യ നാണം കേടാനും. സീനു നീ കേക്ക്, ഞാൻ വൈകുന്നേരം വരുമ്പോ 30 പവൻ സ്വർണ്ണം അങ്ങോട്ട് വരും. എനിക്കൊന്നും കേൾക്കണ്ട. സ്വർണ്ണം കിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചാവും. സീനു, നീ കടും ചെയ്ത് കാണിക്കരുത് പ്ലീസ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വരാം. 5 മണി വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പാടില്ല നിനക്ക്? എന്റെ പൊന്നെ. എടാ കുഴുതകം ബിജു, എടാ വാവളിപ്പാ. അകത്താ നീ പെട്ടടാ. അയ്യോ,
അത് ഈ കഴിഞ്ഞ ദിവസേ മറ്റേ ശരവണ കണകുണേ അല്ലടാ നമ്മുടെ വളവിനൊരു ജുവലറി ഇല്ലേ പുതിയത് ശരവണ ഭവൻ. ആ ജുവലറി കയറി 70 പവന്റെ സ്വർണ്ണം ഞാൻ അങ്ങ് മോഷ്ടിച്ച്. ഞാനത് കയറാൻ വേണ്ടി ഇരുന്നല്ലേ. ഞാനിപ്പം കയറി മോഷ്ടിച്ചു. എന്നിട്ട് ഇപ്പം സാധനം മൊത്തം പോലീസുകാർ എടുത്താ. 50 പവൻ ഞാനൊരു കുഴി കുടിച്ചിട്ട് 20 പവൻ ഞാൻ വേറൊരു കുഴിയിലിട്ടിരിക്കുന്നത്. പിന്നെ ടെൻഷനാണെന്നറിയാവോ, ഞാൻ 2 വർഷം കഴിഞ്ഞാലേ പുറത്തിറങ്ങുള്ളൂ. എങ്ങനെ പോയാലും 2 വർഷം എടുക്കും. അപ്പൊ ഇത് അവിടെ കിടക്കില്ലടാ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത് ടെൻഷൻ അടിക്കും മേല. അളിയാ എന്നൊരു ഐഡിയ ഉണ്ട്. എന്നാ നീ ആ ലൊക്കേഷൻ എനിക്ക് പറഞ്ഞു തന്നാലേ ഞാൻ സ്വർണ്ണം എടുത്ത് എന്റെ വീട്ടിൽ കൊടുക്കാം. പോടുന്നു. നീ ഒരു 10 മിനിറ്റ് ഒരു 10 മിനിറ്റ് നീ വിലങ്ങിട്ടോണ്ടിരിക്കാവോ? 20-ൽ നിന്ന് 2 പവൻ നിനക്ക് തരും. രക്ഷപ്പെടോ നീ ഇല്ല. 2 പവൻ തരൂ. ഉറപ്പാണ്? ഉറപ്പാണ്. എനിക്ക് ഞാൻ നോക്കിയാലിയാ. പക്ഷെ കാര്യം സാറ് അറിയരുത്. അതാണ് പ്രശ്നം. കാരണം പുള്ളി ഇപ്പൊ പാരിട്ട് ഭയങ്കര വടക്കണക്കുവാ. ഞാനിവിടെ ഇരുന്ന കാര്യം പോലും മറന്നിരിക്കുവാ പുള്ളി. എന്നോടാ ഇത്? ഇതോ ട്രാപ്പ് എന്നാ കോപ്പാ. ഞാൻ ഊരിയ അത് മാത്രമല്ല ഞാൻ അതിട്ടോളാം. അങ്ങനെ പിടിക്കും നമ്മൾ പിടിക്കപ്പെടും. നീ ഷർട്ട് നോക്കും, അതൊരു പ്രശ്നമുണ്ട്. സ്പീഡ് ആക്കടാ. അടിപൊളി ഷൈൻ ചെയ്. ഞാൻ അഭിനയിച്ച് കേറ്റുകളിയാ, നീ നോക്കൂ. രണ്ട് ഗ്യാസ് ഇവിടെ വേണ്ട. അത് വെള്ളം കിഴങ്ങിന്റെ ഗ്യാസ്. ജെയ്സൺ നിന്നോട് ഞാൻ 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടാ. ഇപ്പൊ ഗ്യാസ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്റെ കഴിഞ്ഞ വർഷത്തെ ഗ്യാസ് ഇവിടെ ഇരിക്കുവാന്നു. കഴിഞ്ഞ വർഷത്തെ ഗ്യാസ് പിടിക്കുന്നു. ആരെങ്കിലും ഒരാൾ വന്നാ ഒരു ഗ്ലാസ് ചായ ഇങ്ങനെ കൊടുക്കണ്ടേ? ഒന്നിനും പറ്റൂലല്ലോ. അല്ല ഗ്യാസ് പിടിക്കുന്നത്. എനിക്കിപ്പോ ഒരു കാര്യം അറിയണം. നിങ്ങൾ 2 ഗ്യാസ് 3 ഗ്യാസ് എന്തോ ചെയ്തോ എന്റെ പൈസ ഞാൻ പോട്ടു. 10 മിനിറ്റ് അല്ലേ പറഞ്ഞ? 30 മിനിറ്റ് ഒരു 30 ഒന്ന് സമ്മതിക്കുന്നു. എന്റെ കൃഷ്ണ 30 ഉണ്ടെങ്കിൽ പുള്ളിക്ക് ഒഴിച്ചു കൊടു. പുള്ളിയുടെ കൈവര മാറട്ടെന്ന്. ഓരോകാരെ കളിയാക്കുന്നാടാ. എടാ ബിനു, ഞാനേ വൈഫായിട്ട് സംസാരിച്ചോണ്ട് പ്രഷറായി പോയിടാണ്ട്. എനിക്ക് സംഭവം എന്നാലും കൂട്ടുകാരെ ഇങ്ങനെ ഇടിക്കരുത്. പെണ്ണും പിള്ളായിട്ട് സംസാരിച്ചത് മനസ്സിലായി. ഇടി കണ്ടപ്പം തന്നെ ടെൻഷനാടാ, ഭയങ്കര ടെൻഷനാ. എന്ത് പറ്റിയടാ? ഒന്നാമത് ഞാനേ ആയിരിക്കണ പ്രതി കണ്ട അവൻ ആ ശരവണ ജ്വല്ലറിന്ന് 50 പവൻ സ്വർണ്ണം അടിച്ചു മാറ്റിയവനാ. അവനാണ്. അപ്പൊ അത് ഭാര്യയാണെങ്കിൽ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടെങ്കിൽ 10 മിനിറ്റ് വീട് വരെ പോകണം. അതാണ്. അതല്ലടാ ഞാനേ നീയായും കൊണ്ട് പറയാലോ, നമ്മൾ ഒരുമിച്ച് പഠിച്ചല്ലേ. അതായത് അവൻ 50 പവൻ സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ട് അവൻ എനിക്കത് തന്നു. അതിൽ 20 ഞാൻ എഴുതി ചേർത്തിട്ടുള്ളൂ. ബാക്കി 30 ഞാൻ തൊട്ടടുത്ത് വേറൊരു കുഴിയിൽ കുഴിച്ചിട്ടേക്ക്. അതൊന്ന് പോയി എടുത്ത് ഭാര്യയുടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രശ്നങ്ങൾ സോൾവ് ആയി. ഈ പോയി ഭാര്യക്ക് സ്വർണ്ണം എടുത്ത് കൊടുത്തിട്ട് വാടാ പോയി. അങ്ങനെയൊക്കെ പോകാൻ പറ്റൂല. അങ്ങനെ പോകുമ്പോ ഈ കള്ളൻ ഇവിടെ ഒറ്റക്കായി പോകും. കള്ളന്റെ അടുത്തൊരു കാക്കി വേണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആൾക്കാർ ദൂരെ നോക്കിയാൽ ഒരു പോലീസുകാരൻ അടുത്തൊന്നും തോന്നിയാൽ മതി. അതാണ് ഇപ്പൊ ഒരാളെ ഇതിന് വേണ്ടിട്ട്. കൊള്ളല്ലടാ, കാക്കി പാന്റ് കാക്കി ഷർട്ട് ഒരു തൊപ്പി കൊണ്ട് തന്നെ നീ പോലീസാ. നീ ഒരു പണി 10 മിനിറ്റ് അവിടെ ഇരുന്നാ മതി. ഞാൻ ഓടി വീട്ടിൽ ചെല്ലുന്നു, സ്വർണ്ണം കൊടുക്കുന്നു, ഭാര്യക്ക് കൊടുക്കുന്നു, ഓടി വരുന്നു. എന്റെ പ്രശ്നം സോൾവ് ആകുന്നു. എന്റെ പ്രശ്നം സോൾവ് ആവും. പക്ഷെ ഞാൻ ഇവിടെ ഇരിക്കുമ്പം എനിക്കെല്ലാം അതുകൊണ്ട് ബെനിഫിറ്റ് അല്ല. അതൊരു പണിയാ. ഞാൻ 30 പവനുണ്ടല്ലോ, 30 പവനിന്ന് 5 പവൻ ഞാൻ നിനക്ക് തരും. 5 പവൻ നീ എനിക്ക് ഒരു പോലീസ് അല്ല, ഞാൻ IG വരാവും. ഒപ്പി വെച്ചു. അവന് മുഖം കൊടുക്കരുത്, അവൻ തിരിച്ചറിയരുത് കേട്ടോ. എന്റെ പെട്ടാളെ എന്നെ കണ്ടിട്ട് ഇതുവരെ തിരിച്ചറിയില്ല. ഓക്കെയാണ് അവൻ. ഓക്കെ, ഞാൻ പെട്ടെന്ന് വരേ. ഈ കള്ളന്റെ മുഖം എങ്ങനൊന്ന് കാണും. ഇത് പാകപ്പാടെ കൺഫ്യൂഷനായി. ഇവന്റെ മുഖം എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ടേ ഞാൻ അടങ്ങൂ. എടാ ഇത് കുഴപ്പമൊന്നും എവന് ഭ്രാന്താണെന്നൊന്നും ഇവനെന്നെ മനസ്സിലായില്ല. ഈ പോലീസ് കഞ്ചാവാന്നൊന്നും എന്നെ മനസ്സിലായിട്ടില്ല. മറ്റേ 50ന്റെ കാര്യം എനിക്കറിയാം. 50 70 ബിനു 20 തന്നെ വലിപ്പിച്ചാടേ. വേണാവോ? ഒരു ചായ
ചോദിക്കണ്ടായിരുന്നു, താല്പര്യമില്ല. വെള്ളം കുറച്ചല്ലേ? അല്ല, വെള്ളം കൂട്ടി. ആ, ശബ്ദത്തിനൊരു വ്യത്യാസമുണ്ടല്ലോ. അവിടെയോ? എനിക്കൊരു പാലും വെള്ളം. ആ, പാലും വെള്ളം. അങ്ങനെയല്ല ഇവര് പറഞ്ഞു. ഇവർ രണ്ടുപേരും ചായ വെള്ളം കുറച്ചാണല്ലോ കുടിച്ചോണ്ടിരുന്നത്. ഷൂ ഇല്ലാത്ത ചെരുപ്പിട്ടുണ്ട് പോലീസുകാരൻ. അത് ശരി, കുഴുങ്ങതാവും കുത്തിയിട്ട് കൂട്ടക്സ് ഇട്ടേക്കും. ആ, കണ്ടുപിടിക്കാം. ഞാൻ അവിടെ നിന്ന് പോകുന്നില്ലേ? പിന്നെ ആ, എനിക്കിട്ട് പണിയാ. ശരിയാക്കി തരാം. ഞാനൊരു ചായ എടുത്തിട്ട് വരാം. നീ ഗ്യാസ് കൊണ്ടെന്ന് നീ ഇങ്ങനെ പോലീസായി? രഹസ്യ പോലീസ് ആയതുകൊണ്ടാണോ നീ രഹസ്യമായിട്ട് വർത്താനം പറയുന്നേ? അത് ശരി. താനാരാ? തന്നാരോ ഇവിടെ താനാരാന്ന്? രഹസ്യ കള്ളനാ. ചേട്ടാ ഇങ്ങോട്ട് വന്നേ. താല്പര്യമില്ല, ഇങ്ങോട്ട് വാ. അതെ, ഞാനൊരു രഹസ്യം പറയട്ടെ. അയ്യോ, ഇപ്പൊ രഹസ്യം പറഞ്ഞ മൊത്തം രഹസ്യ പോലീസുകാരെ ഇവിടെ മുഴുവൻ. ഇല്ലേ, ഞാനൊരു രഹസ്യം പറയട്ടെ. കാച്ചി എണ്ണ തേച്ചിട്ടുണ്ടോ നീ? ഈ മനുഷ്യൻ ഞാൻ കൊല്ലും ഞാൻ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലോ ദൈവമാണ് ആ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യിക്കാൻ തോന്നുന്നതല്ലേ? അല്ല, എന്താ പറയാ, ഒരു ചായ കുടിക്കേ. നീ എന്താടാ, നീ എന്തിനു പറയാടാ കാണിച്ചേ? എന്താ നീ എന്നെ ഇവിടെ എടുത്തിട്ട് നീ വേറെ പോലീസിനെ കീഴടങ്ങിയ? ഇതാ ശരിക്കും പോലീസ്. ഇവനെ നീ എന്നെ ഏൽപ്പിച്ചിട്ട് നീ വേറെ പ്രതിനെ പിടിക്കാൻ പോയതാണ്. നീ വൃത്തികേട് പറയുന്നത്. നീ ഒരൊറ്റ ഒരുത്തം കാരണം ഇതൊക്കെ സംഭവിച്ചത്. എടാ, നിന്നെ ഒരു കള്ളൻ ഇവിടെ ഏൽപ്പിച്ചാ ഞാൻ, എന്നിട്ടല്ലേ ഞാൻ പോയത്. അവനല്ലേ ഇതാ നിൽക്കുന്നത്. ഇവനേത് കള്ളൻ? നീ ഏൽപ്പിച്ച കള്ളൻ. എടാ, ഞാൻ ഏൽപ്പിച്ചത് അവനല്ലേ? അങ്ങനെ ശരിയാവും. എടാ, ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു. സംഭവം എന്താണെന്നറിയോ? ഞാൻ 20 പവന് സ്വർണം ഒരു പഞ്ഞി മരത്തിന്റെ താഴെ കുടിച്ചിട്ടിരിക്കണേ. ഞാൻ അവിടെ ചെന്ന് മാന്തോട് മാന്ത്, ബാക്കി സാറ് പറയും. അതുപോലെ തന്നെ ഞാനൊരു 30 പവനാ ഞാൻ അടിച്ചു മാറ്റിയായിരുന്നല്ലോ. അത് കുഴിച്ചിട്ടതും ഒരു പഞ്ഞിമരത്തിന്റെ ചോട്ടിലാ. ഞാൻ ആ പഞ്ഞിമരത്തിന്റെ ചോട്ടിൽ പോയിരുന്നു ഇങ്ങനെ മാന്തിക്കൊണ്ടേ ഇരിക്കുക. അങ്ങനെ മാന്തി 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 ഞാൻ മാന്തിക്കൊണ്ടിരുന്ന പഞ്ഞിമരം അപ്പേന്നൊരു മറച്ചില് നോക്കിയപ്പോ എന്താ മുമ്പിൽ ഇവൻ, മുമ്പിൽ സാറും. അപ്പൊ ചുരുക്കത്തിൽ നിങ്ങൾ രണ്ടുടെ ഒരു പഞ്ഞുമരത്തിന്റെ മൂട്ടിലാണ് ഈ സ്വർണം കുഴിച്ചിട്ടത്. അത് മരം മറിച്ച് വീണപ്പോഴല്ലേ മനസ്സിലായത്. ബാക്കി പറ. എനിക്കങ്ങോട്ട് ദേഷ്യം കയറി. ഞാൻ എന്റെ കയ്യങ്ങോട്ട് നീട്ടി. ഞാനൊന്ന് പതുങ്ങി. സാറ് ചെബക്കന്നെ പുളക്കെ അടിച്ചു കാണും. കയ്യങ്ങോട്ട് നീട്ടി അവനൊരു ഷെയ്ക്കാൻ്റെ കൊടുത്ത് ഞങ്ങൾ തമ്മിൽ ഡീലായി. ഡീലായ? അതെ. അപ്പൊ എന്റെ 5ന്റെ കാര്യം? അപ്പൊ എന്റെ കാര്യോ? എടാ, ഇവിടെ ഒറിജിനൽസ് തമ്മിൽ ഡീലായ സ്ഥിതിക്ക് ഡ്യൂപ്ലിക്കേറ്റ്സിന് വാല്യൂ ഇല്ല. ബാബ്രോ, നമ്മള് ഡ്യൂപ്ലിക്കേറ്റ് ആയി. നല്ല കാര്യം ഉണ്ടായിരുന്നു. അവനവന്റെ കാര്യം നോക്കി ഇരുന്നാ പോരായിരുന്നു. ഞാൻ ഒരുപാടങ്ങ് മോഹിച്ചു പോട്ടെ. ഈ 5 മോഹിച്ചട്ടെ. 5ന്റെ ഡീൽ ഓണായി തോന്നേട്ടാ. ബിനു, എന്റെ ആത്മാർത്ഥ കൂട്ടുകാരനൊന്നും തെളിയിച്ചല്ലടാ. നീ 5 തരാൻ തീരുമാനിച്ചല്ല. എടുക്കാൻ മറന്നു പോയാടാ. എന്റെ 5ന്റെ കാര്യം ബിനു, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. വെച്ച് കയറ്റി തെറിഞ്ഞ. എടാ അറിയാ, ഞാൻ പറയട്ടെ. എടാ, 5 കൊല്ലമാണ് ആൾമാരുടെ കേസിനകത്ത് ഇറങ്ങേണ്ടത്, അറിയാമോ? എടാ, 5 കൊല്ലം 5 പവൻ. അത് ചോദ്യം 5 പവൻ ഓടാ. ഞാൻ പറയുന്നേരാ. ഇപ്പൊ ഞാൻ എന്തോ ചെയ്യും? ആ ഗ്യാസ് കുറ്റി ഇറക്കി ഒരു ഒഴിവുണ്ട് വണ്ടിയിൽ. ആ ഗ്യാപ്പിൽ നിന്നെ കെട്ടാൻ പാ. വിട്ടേക്കാൻ പാ. കൃഷ്ണേട്ടാ, പോയേ പോയേ പോയേ. എന്റെ കൃഷ്ണേട്ടാ. സുലു, നീ കാച്ചി എണ്ണ തേച്ചോ? അതിന്റെ മണം. ഓ, ആ കാച്ചി എണ്ണയുടെ കുപ്പി ആ പൂച്ച മറിച്ചിട്ടത് അതിന്റെ മണോ? എന്നാ താല്പര്യമില്ല എനിക്ക്. എവിടെ ചിന്നു? ഞാനിവിടെ ഉണ്ട്. ശ്രദ്ധിച്ച് നടക്കണേ. ലൈറ്റാ, പേടിക്കണ്ട. ടെൻഷനൊന്നും വേണ്ട. അതായത് ചേച്ചി. ഹലോ, ഓയ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. എന്താ പേര്?
സാരംഗ് 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 വരൂ. ടെൻഷൻ ഒന്നും അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. സാരംഗ് എത്തിയിരിക്കുന്നുണ്ട്. ഇനി ഞാൻ അവിടെ പോയി ഇരിക്കട്ടെ. ചിന്നു ഇതാരാണ്? ഇതെന്നെ ഫേസ്ബുക്ക് ഫ്രണ്ടാ. ഓ ഫേസ്ബുക്ക് ഫ്രണ്ട് ഒക്കെ ഉണ്ടോ? ഈ ഫ്രണ്ട് എന്താ ചെയ്യുന്നേ? നല്ലോണം പാട്ട് പാടും. ആണോ? അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പാട്ട് പാടി തരുമോ? ഓ പാടാം. എന്റെ ലീന ചേച്ചി അവിടെ ഇരിക്കുന്നേ, ഞാൻ അങ്ങോട്ട് വരണോ? അയ്യോ ഞാൻ വിചാരിച്ചു ഞാനിരുന്ന് കേൾക്കാന്ന് വിചാരിച്ചിട്ടാ. എന്തെങ്കിലും സാരംഗ് എവിടുന്നാ വരുന്നേ? ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. സാരംഗിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. സാരംഗാണോ ഒരു ഒഴിഞ്ഞ സ്റ്റേജില് സാരംഗ് പാട്ട് പാടുന്നു, പിന്നെ നമ്മളെല്ലാരും കൂടെ ആണ് അത് ഏറ്റെടുത്ത് മില്യൺ വ്യൂസിൽ വരെ എത്തിച്ചതാണോ? അത് ഈ സാരംഗ് തന്നെയാണോ? അതെ ഞാനാണ്. കറക്റ്റ്. കേൾക്കാൻ ആൾക്കാരില്ലായിരുന്നു, സാരംഗ് വെച്ച് മൈക്കിൽ പാടുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ക്യാപ്ഷനായിട്ട് വന്നിരുന്നത് ആൾക്കാരില്ലെങ്കിലും കുഴപ്പമില്ല, പ്രേക്ഷകർ അത് ഏറ്റെടുക്കും എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ വൈറലായിരുന്നു. കൊണ്ടുവന്ന ആള് സൂപ്പർ ആകട്ടോ. കഴിഞ്ഞിട്ടാണോ? ഞങ്ങൾ ഡയലോഗ് പറയാൻ വരാം. ഓക്കെ, ഞങ്ങളൊരു ഡയലോഗ് പറയാൻ വരുന്നുണ്ട്. സാരംഗ് അടിപൊളിയായിട്ട് നേരെ നോക്കി പാടിക്കോ. സാഗരമേ ശ്രുതിലയ സാഗരമേ സാഗരമേ ശ്രുതിലയ സാഗരമേ സാരി സരി 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 നീ നി രി നി പദ നി രി രി ഗ രി
ഗരീരി ഗരി ഗരി ഗമ പാദ പ പ പ പ പ പ പ പാദ സാസ് ദാദ മദനി സദാരി സദരി സദരി സാരി സഗാഗരീരി ഗാഗരി മദനി ഇന്ദ്രധനുസ്സുകൾ നീട്ടി ദേവകളാദി നാമ ഗംഗയാടി രഘുപതി രാമജയം രഘുരാമജയം ശ്രീഭരതവാക്യ ബിന്ദു ചൂടി സോദര പാതുക പൂജയിൽ ആത്മപദം പ്രണവം വിടന്നുലന്നുലന്ന തരയുമി മന്ത്രമൃദംഗതരംഗ സുഖം ശരവേഗ തീവ്ര താളമേകി മാരുതിയാ ജലഗന്ധ സൂത ധൂപ ദീപ കളയ മന്ത്രതന്ത്ര യന്ത്ര കളിന മുണരും സാമഗാന ലഹരിയോടെ അണയോ രാമ സാരംഗേ ഗംഭീരായിട്ട് പാടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളൊരു പവർഫുൾ വേണം എന്ന് പറഞ്ഞു, ഇട്ടിക്കാച്ചിയാക്കി കളഞ്ഞു അല്ലെ. നീ സ്റ്റേജിലേക്ക് കയറി വന്നപ്പോൾ ഭയങ്കരമായിട്ട് അന്താളിച്ച് ഇങ്ങനെ വന്നു. പക്ഷെ മോൻ പാടി തുടങ്ങി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഞങ്ങളെ എല്ലാരും വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഗംഭീര പ്രകടനം. താങ്ക് യു. നീ പഠിക്കുന്നുണ്ടോ? ഓ പഠിക്കുന്നുണ്ട്. ആരാ പേരെന്താണ് സാറിന്റെ? ബാബുരാജ് സാറ്. മോന്റെ അച്ഛൻ എന്താ ചെയ്യണേ? എന്റെ അച്ഛൻ കാർപ്പന്റർ ആണ്. ആ ശരി. വീട്ടില് വേറെ ആരെങ്കിലും പാടുവോ? ചേട്ടൻ പാടും. ആ ചേട്ടന്റെ പേരെന്നാ? ചേട്ടന്റെ പേര് സജിൻ ദാസ്. സജിൻ ഇത് ദാസ്. മോനെ ആരാ അവസരം തന്നെ അവിടെ പാടാൻ? അവിടെ കമ്മിറ്റി അംഗങ്ങള്. അപ്പൊ ആളില്ലാതിരുന്നപ്പോ ആദ്യം വിഷമം തോന്നിയാ പാടിയപ്പോ? ആദ്യം വിഷമം തോന്നി, പിന്നെ അത് ലോകം മൊത്തം അറിഞ്ഞു. അതാണ്, ആര് കണ്ടില്ലെങ്കിലും ഉണ്ടല്ലോ ദൈവം കാണുന്നുണ്ട്. അതാണ് എന്റെ പോയിന്റ്. അവസരം തന്നവർക്കാണ് വലിയൊരു കൈഡി ആദ്യം കൊടുക്കേണ്ടത്. അതെ, ഡെഫിനറ്റ്ലി. താങ്ക് യു. സാരംഗ അത് ഏതായിരുന്നു സ്ഥലം? ഏതായിരുന്നു? വെമ്പായം വെമ്പായത്ത്. ഓക്കെ. അപ്പൊ സാരംഗേ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് സാരംഗിന്റെ വോയിസ് കേട്ടാൽ കൊള്ളാമെന്ന് അല്ലെ നിങ്ങൾക്ക് തോന്നില്ല? ഒരു പാട്ട് കൂടെ, ഒരു ഗാനം കൂടെ ഞങ്ങൾക്ക് വേണ്ടി പാടി തരുമോ? ഓ പാടാം. ഓക്കെ. സാരംഗിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ എല്ലാം പറയുമ്പോഴത്തേക്ക് ആ ഒരു നിഷ്കളങ്ക രീതിയിൽ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് അറിയുന്നത് അല്ലേ? ഭയങ്കര അടിപൊളി കേട്ടോ. അപ്പൊ എന്തായാലും ഒരു പാട്ട് കൂടെ നമുക്ക് സാരംഗിന്റെ കേൾക്കാം. നല്ലൊരു കൈയടി.
കൂടെ ആരാ വന്നിരിക്കുന്നത് സാറിങ്ങിന്റെ കൂടെ? കൂടെ അമ്മയും അച്ഛനും വന്നു. അമ്മയും അച്ഛനും വന്നിട്ടുണ്ട്. നമുക്ക് അവരെയും കൂടെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കാം. ഓക്കെ, ശരി. സാരംഗിന്റെ അമ്മയും അച്ഛനും കൂടെ ഒന്ന് സ്റ്റേജിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യണം. സാരംഗിന്റെ അച്ഛന്റെ പേര് തുളസിദാസ്, അമ്മയുടെ പേര് സബിത. സബിത. എന്താ മോനെ പറ്റി എന്താ പറയാനുള്ളത്? കുഴപ്പമില്ല, അവർ അനിയനും ചേട്ടനും ഒരുപോലെ പാടുന്ന ആൾക്കാർ തന്നെ. ഇപ്പൊ പാട്ട് പഠിച്ചോണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പഠിക്കുകയാണ്. പാട്ട് സാരംഗ് പാടും എന്നുള്ളത് നിങ്ങൾ ആരാണ് ആദ്യം മനസ്സിലാക്കിയത്? അവൻ ആദ്യം പാട്ട് പഠിപ്പിച്ചപ്പോ അത് കേട്ട് ഇവനും കുറേശ്ശെ പാടാൻ തുടങ്ങി. വളരെ ചെറുതിലേ തന്നെ പാട്ട് പാടുവരുന്നു. സാരംഗിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയാവോ? പാട്ട് പാടാൻ അറിഞ്ഞാലും കാര്യമില്ല, അത് പ്രോത്സാഹിപ്പിക്കാനും അത് പഠിപ്പിക്കാനുമുള്ള മാതാപിതാക്കളാണ് സാരംഗിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഒരുപാട് ആളുകൾക്ക് അത് മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല കലാകാരന്മാരുണ്ട്, പക്ഷെ ചിലവര് അവരെ ഡോക്ടറാക്കാൻ പല പല ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വളർത്തുകയാണ് ചെയ്യണത്. ഇത് സാരംഗിന്റെ ഇഷ്ടത്തിന് സാരംഗിനെ വിടുന്ന അച്ഛനും അമ്മയും ഉള്ളതാണ് സാരംഗിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. തന്നെയല്ല സാരംഗേ, ഈ നോട്ടുകളൊക്കെ എന്തൊരു പെർഫെക്റ്റ് ആണെന്നറിയോ? അത്രമാത്രം ശ്രദ്ധ ഉണ്ടെന്നുള്ളതാ. അപ്പൊ സാരംഗിന് വേണ്ടി നമുക്കൊരു സമ്മാനം കൊടുത്താലോ? ഉറപ്പായിട്ടും. അതിന് വിപിൻ ചേട്ടനെയാണ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. പ്ലീസ് ജോയിൻ us. എല്ലാം ഉണ്ട് എന്റെ പൊന്നോ. അത് ചെക്ക്. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു കിഡിലം സമ്മാനമാണ് സാരംഗിന് കിട്ടുന്നത്. ഓക്കെ, ചേട്ടനെ കൊണ്ടുവന്നു. അതെ, ഇനി അടുത്ത തവണ വരുമ്പോ ചേട്ടനായിട്ട് വരണം, ഫാമിലി എല്ലാരും വരണം. മാസ്റ്റേഴ്സ്, അങ്ങനെ ചൂട് ടൈമൊക്കെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് ഭയങ്കര മഴയാണ് വരാൻ പോകുന്നത്. അപ്പൊ ഈ മഴയത്ത് നമുക്ക് കൊട എന്ന് പറയുന്നത് വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? അപ്പൊ എനിക്കൊരു മാർക്കറ്റിംഗ് ടീമിനെ കിട്ടിയിട്ടുണ്ട്. അവരൊരു കൊടയുടെ കാര്യങ്ങൾ ബ്രാൻഡ് ചെയ്ത് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ബാക്കി ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഗുണമുള്ള കാര്യമല്ലേ പ്രേക്ഷകർക്ക് കൂടെ വേണ്ടി. അപ്പൊ നമുക്ക് അവരെ ഒന്ന് വിളിക്കാം. വെൽക്കം വെൽക്കം. ശരി, അപ്പൊ മാർക്കറ്റ് ടീം ശ്രദ്ധിക്കണം, എല്ലാരും ഒരേപോലെ ഇൻഫ്ലുവൻസ് ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം, ഞാൻ കൊച്ചുകുമാർ. ഞാൻ ഉഷ. ഇന്ന് മലയാളികൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് പ്രചോദേട്ട? ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, പിന്നെ തൊഴിലില്ലായ്മയുണ്ട്. ഭവന വായ്പയും വാഹന വായ്പയും EMI ചിട്ടി എണ്ണാച്ചിയൊക്കെ വിട്ടുപോയത്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ചേട്ടനല്ല, വിപിൻ ചേട്ടൻ പറയും. വിപിൻ ചേട്ടൻ പറയും. നമ്മുടെ ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഉഷ്ണതരംഗം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ, ചൂട് കറക്റ്റ് ഉത്തരവാണ് പറഞ്ഞത്. കറക്റ്റ് ഉത്തരം. വർത്തമാനകാലം പറയാതെ ഭാവി കാലത്തെ കുറിച്ച് പറയൂ. പിന്നെ ഞാൻ വർത്താനം പറയാനല്ലേ ഇങ്ങോട്ട് വന്നത്. ഭാവിയിൽ എന്താണ് വരാൻ പോകുന്നത്? എന്റെ ഭർത്താവ് നാട്ടിലോട്ട് വരും. അത് ഭാവിയല്ലല്ലോ, ഭൂതമല്ലേ? ഞാൻ പറയാൻ വന്ന അതൊന്നുമല്ല. ഭാവിയിൽ കേരളത്തിലോട്ട് വരാൻ പോകുന്നത് എന്താണ്? മഴ. മഴ. മഴ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൊട മേടിക്കും. കുട മേടിക്കാൻ നമ്മൾ ഏത് കുട മേടിക്കും? ഉഷാക്കുടകൾ. 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 അതെ, ഉഷാന്നാണോ നിങ്ങളുടെ കമ്പനി മുതലാളിയുടെ പേര്? അയ്യോ, കമ്പനി മുതലാളി ഞാനാണ്. ഞാൻ PA. പിന്നെ എങ്ങനെയാണ് ഉഷാക്കുടകൾ വന്നത്? എന്റെ കമ്പനിയുടെ പേര് കുമാർ കുടകൾ എന്നായിരുന്നു. കുമാർ കുടകൾ എന്ന് പറഞ്ഞ സമയത്ത് ഇത് ആൾക്കാർക്ക് മേടിക്കാനും പിടിക്കാനും ഒരു മടി. അപ്പൊ ഉഷാ കുടകൾ എന്ന് ഇട്ടതിന് ശേഷം ഇത് മേടിക്കാനും പിടിക്കാനും ആൾക്കാരുടെ തള്ളലോട്ട് പിന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. അത് മാത്രമല്ല, കുടകളെ കുറിച്ച് ആര് എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കാനും കുടകളെ കുറിച്ച് സംസാരിക്കാനും ഇവിടെ കൊച്ചുകുമാർ ഉഷയും ഉണ്ട്. ആണോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പ്രചോദേട്ട, ഈ വളഞ്ഞ കാലുള്ള കൊടയ്ക്ക് നമ്മൾ എന്തോന്ന് പറയും? അത് നമ്മള് കാലം കൂടെ എന്ന് പറയും. അത് ഭയങ്കര മോശമല്ലേ? പിന്നെ നിങ്ങളെയൊക്കെ പേരിന്റെ ഫ്രണ്ടിൽ കാലം ചേർത്താൽ നിങ്ങൾ സഹിക്കൂ? കാലം പ്രചോദ്, കാലം ബക്രു, കാലം ബിബിൻ എന്നൊക്കെ പറഞ്ഞ അപ്പൊ പിന്നെ ഈ പാവം കൊട പ്രതികരിക്കാത്തോണ്ടല്ലേ അങ്ങനെ പറയണത്? പിന്നെന്താ പറയും? അതുകൊണ്ട് ഞങ്ങളുടെ കമ്പനി ഇത്തരത്തിലുള്ള കുടകളെ ഒരിക്കലും കാലം കുടകൾ എന്ന് വിളിക്കില്ല. പിന്നെ ഞങ്ങൾ ഈ കുടകളെ സുഭാഷ് എന്നാണ് വിളിക്കാൻ പോകുന്നത്. സുഭാഷ്? എന്ത് പേര് ഇത്? സുഭാഷ് കൊടക്കിടുന്ന പേര് സുഭാഷ്. സുഭാഷ്. ബിബിൻ ചേട്ടാ, അത് മാത്രം പറയരുത്. താങ്കളുടെ സിനിമയിൽ പഴംപൊരിക്ക് രതീഷ് എന്ന് പേരിടാമെങ്കിൽ ഞങ്ങളെ കുടയ്ക്ക് സുഭാഷ് എന്നും പേരിടാം. അത് മാത്രമല്ല, ചില ആൾക്കാർ ബിരിയാണിയും ചിക്കനും മട്ടനും ബീഫും ഒക്കെ കഴിച്ചിട്ട് വയറിങ്ങനെ വീർത്തു വരുന്ന സമയത്തും അതിന്റെ കുറ്റം ആർക്കാ? കുടയ്ക്ക. കുടവയർ. അതുകൊണ്ട് ഇനി മുതൽ കുടവയർ എന്ന് പറയാൻ പാടില്ല. വൻവയർ എന്ന് പറയണം. വൻപയർ, ചെറുപയർ, അതായത് വലിയ വയർ എന്ന് പറയണം. നമ്മൾ അതിനൊന്നും അല്ല വന്നത്. ഞങ്ങളുടെ ഫാക്ടറിയിൽ ഞങ്ങൾ കുറച്ച് പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള കുടകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതൊന്ന് പരിചയപ്പെടുത്താം. ട്രെൻഡിങ് നമ്പർ 1, രോമാഞ്ചം കുടകൾ. എന്താ അതിന്റെ പ്രത്യേകത? അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാ, നല്ല മഴ, നമ്മൾ ഈ രോമാഞ്ചം കുടയും കൊണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു തണുത്ത കാറ്റങ്ങോട്ട് അടിക്കുമ്പോ കാലിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു പെരുപ്പ് അങ്ങോട്ട് വരും. അപ്പൊ നമ്മള് കുട രോമാഞ്ചം അടിച്ച് ഇങ്ങനെ ഒരു നിപ്പുണ്ട്. അതാണ് രോമാഞ്ചം കുടകൾ. ട്രെൻഡിങ് നമ്പർ 2, ആവേശം കുടകൾ.
സാധാരണ കുട നിവർത്തുമ്പം ടപ്പ് എന്നൊരു ശബ്ദമല്ലേ കേൾക്കുന്നത്. എന്നാൽ ആവേശം കുട നിവർത്തുമ്പോൾ എടാ മോനെ എന്ന ശബ്ദം കേൾക്കും. പിടിച്ചു നടക്കുമ്പോൾ ഒടുക്കത്തെ ജാടയും ആയിരിക്കും. ട്രെൻഡിങ് നമ്പർ 3 മഞ്ഞുമൽ ബോയ്സ് കുടകൾ. ഈ കുടയും പിടിച്ചോണ്ട് നമ്മൾ കൊടൈക്കനാലിലോ ഊട്ടിയിലോ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ വല്ല കുഴിയിലോ കുണ്ടിലോ വീഴുകയാണെങ്കിൽ നമ്മുടെ കുടയിൽ നിന്നും ഫയർഫോഴ്സിന് ഒരു മെസ്സേജ് പോകും. ലൂസ് അടിക്കടാന്ന്. ലൂസ് അടിക്കടാ എന്നുള്ള മെസ്സേജ് ഫയർഫോഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ ഫയർഫോഴ്സ് അവിടെ എത്തും, നമ്മളെ രക്ഷപ്പെടുത്തും. വേറെ ഉണ്ട് അതുകൊണ്ട് അത് നമ്മൾ ഇറക്കാൻ ശ്രമിച്ചു, പക്ഷേ അതിന് ലൗഡ് സ്പീക്കറിന്റെ ലൈസൻസ് വേണോണ്ട് ഞങ്ങൾ അത് ഇറക്കിയില്ല. അത് മാത്രല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിങ് ആണ് പ്രേമലു കുടകൾ. ഇത് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് കമിതാക്കൾക്കാണ്. അവർ ഈ കൊടയും വാങ്ങിച്ച് വല്ല പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ചെറിയ കുടക്കീഴ് ഒരു യോയോ റൂമാണ്. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. AC, കൂൾ ഡ്രിങ്ക്സ്, പബ്സ്, ടിഷ്യൂ പേപ്പർ എന്ന് വേണ്ട ഉഷാ ബേക്കറിയാ അല്ല ഒരു ഓണത്തിന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് മഴയാണ് വരാൻ പോകുന്നത്. ആർക്കെങ്കിലും കുട സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉഷാ കുടകൾ, ഉഷാ കുടകൾ, ഉഷാ കുടകൾ, ഉഷാ കുടകൾ, ഉഷാ കുടകൾ, ഉഷാ കുടകൾ, ഉഷാക്കുടകൾ, 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 ഉഷാക്കുടകൾ. എന്നാ നമുക്ക് നന്നായിട്ടൊരു ഗുഡ് നൈറ്റ് പറഞ്ഞാലോ? ഓക്കെ ഗുഡ് നൈറ്റ്. ഉഷ ഗുഡ് നൈറ്റ്. ഉഷാ ഗുഡ് നൈറ്റ്.